ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്ക് ഉയരുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയിൽ പിറന്നു വീഴുന്നു എന്ന് ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. അതെ, മനുഷ്യരൊക്കെ കഷ്ടതയിലാണ് പിറന്നു വീഴുന്നത്, ജീവിക്കുന്നതും കടന്നു പോകുന്നതും. ലോകം മുഴുവൻ ദുരന്തങ്ങളാണ്. ഇന്നത്തെ പത്രം തന്നെ ഒന്ന് തുറക്കുക, ഓരോ താളിലുമുണ്ട് ദുരന്താനുഭവങ്ങൾ, യുദ്ധങ്ങൾ, കലഹങ്ങൾ, രാഷ്ട്രീയ അരാജകത്വങ്ങൾ, തീവ്രവാദങ്ങൾ. ഇതൊക്കെ കണ്ടിട്ടാണ് പിതാവ് ഫ്രാൻസിസ് ഇങ്ങനെ സങ്കടപ്പെട്ടത്. 1ഉം 2ഉം മഹായുദ്ധങ്ങൾ കഴിഞ്ഞു. എന്നാൽ 3ാമത്തെ മഹായുദ്ധം നമുക്ക് ചുറ്റുമുണ്ട്, അദൃശ്യമായി. ശരിയല്ലേ? ഈ ലോകത്ത് പാപം പടരുകയാണ്. മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ മദ്യത്തിനും മയക്കുമരുന്നിനും ജഡികവാസനകൾക്കുമൊക്കെ വീണുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തന്നെ ശത്രുക്കളായ പാളയത്തിലേക്ക് പിന്മാറുന്നു. നേതാക്കന്മാരെക്കുറിച്ച് നമുക്കധികം പ്രതീക്ഷകളൊന്നുമില്ല. പഴയ ആദിമ ക്രൈസ്തവരുടെ ആ മത വിപ്ലവ ദുരന്തങ്ങൾ ഇപ്പോൾ നമുക്ക് ചുറ്റും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കഷ്ടതയുടെ കാലത്താണ്. വി ആർ ലിവിങ് ഇൻ എ ഡേഞ്ചറസ് വേൾഡ്. ഈ സങ്കടങ്ങളുടെ, സഹനങ്ങളുടെ, തിക്താനുഭവങ്ങളുടെ നടുവിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ ആത്മീയ പ്രതിസന്ധി. പറ്റുമോ നമുക്ക്? ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ പലപ്പോഴും കേൾക്കാൻ വൈകുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ കടക്കിണി മാറാൻ അഹോരാത്രം അധ്വാനിച്ചിട്ടും കടക്കിണി കൂടിക്കൊണ്ടിരിക്കുന്നു. രോഗം മാറാൻ ആതുരാലയങ്ങളിൽ കയറി നടന്നിട്ടും രോഗം കൂടുന്നതേ ഉള്ളൂ. നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അവർ തിന്മയിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? ഒരു ഉത്തരവും നമ്മെ ആശ്വസിപ്പിക്കണമെന്നില്ല. പക്ഷേ ഞാനൊരു സത്യം പറയാം. ദൈവമയക്കുന്ന ഈ ദുരന്തം ഒരു വാതിലാണ്, ഒരു വാതായനമാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി. അപൂർവം ചിലർക്ക് മാത്രമേ അത് മനസ്സിലാകൂ. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം ആദ്യ ഭാഗമൊന്ന് വായിക്കണം. അവിടെ പത്രോസ് എന്നൊരു മുക്കുവനുണ്ട്. മുക്കുവ ശ്രേഷ്ഠന, നല്ല വല, നല്ല വഞ്ചി, കടലിനെക്കുറിച്ച് അവനറിയാം, മത്സ്യങ്ങളുടെ സഞ്ചാരപഥം അവന് മനസ്സിലാണ്. ഒരു രാത്രി മുഴുവൻ അവൻ ഗലീലിയ തടാകത്തിൽ വലയിടുന്നു. എന്നാൽ അവന് മാത്രം ഒന്നും കിട്ടുന്നില്ല. അവൻ്റെ അധ്വാനം നിഷ്ഫലമായി കൊണ്ടിരിക്കുന്നു. വലയിൽ ഒരു മീൻതരി പോലും കുടുങ്ങുന്നില്ല. ചുറ്റുമുള്ളവരുടെ വഞ്ചിയിൽ മത്സ്യങ്ങൾ ശേഖരിക്കപ്പെടുന്നുണ്ട്. എല്ലാം അറിയാവുന്ന ഈ മുക്കുവൻ്റെ വഞ്ചിയിൽ മാത്രം ഒന്നുമില്ല. അവൻ്റെ രാത്രിയിലെ പ്രാർത്ഥനകൾ ഒരുപക്ഷെ ദൈവം കേട്ടിരിക്കില്ല. എന്നാൽ അവൻ്റെ വഞ്ചി ശൂന്യമാക്കിയതിൻ്റെ അർത്ഥം അവന് മനസ്സിലായത് പ്രഭാതത്തിലാണ്. ആ പ്രഭാതത്തിൽ ശൂന്യമായ വഞ്ചിയുമായി അവൻ തീരത്തണഞ്ഞപ്പോൾ ക്രിസ്തു തീരത്തുണ്ടായിരുന്നു. അവനെല്ലാ വഞ്ചിയും നോക്കി. പല വഞ്ചികളിലും മത്സ്യമുണ്ട്. ആകെ ശൂന്യമായ വഞ്ചി അവൻ്റേത് മാത്രം. അതുകൊണ്ട് ക്രിസ്തു അതിലേക്ക് കടന്നു വന്നു. അവിടെ ഇരുന്നു കൊണ്ട് വചനം പ്രഘോഷിച്ചു. അപ്പോൾ അതാണ് സത്യം. രാത്രി മുഴുവൻ അവൻ്റെ പ്രയത്നങ്ങളെ നിഷ്ഫലമാക്കിയത്, അവൻ്റെ ജീവിതത്തെ ശൂന്യമാക്കിയത് ക്രിസ്തുവിന് അതിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴി ഒരുക്കാൻ വേണ്ടി മാത്രം. ഒരു വാതായനമാണ് സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ എന്ന് അപൂർവം ചിലർ മാത്രം മനസ്സിലാക്കുന്നു. ട്രഷർ എന്നൊരു കവിതയുണ്ട്. അതിൻ്റെ ആശയവും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടതൊക്കെ ദൈവം കവർന്നെടുത്തു,
എൻ്റെ മക്കളെ, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ, എൻ്റെ സമ്പത്തിനെ എല്ലാം നഷ്ടപ്പെട്ട് എന്തെന്നില്ലാത്ത വ്യതയോടെ ഞാൻ ശൂന്യമായ കരങ്ങളോട് ഇരുന്നപ്പോൾ ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് പറഞ്ഞു, നിൻ്റെ ഈ ശൂന്യമായ കരങ്ങൾ ആകാശങ്ങൾക്ക് വിരിച്ചു പിടിക്കുക. ഞാൻ വിരിച്ചു പിടിച്ചു. അപ്പോൾ ദൈവം അവൻ്റെ അനശ്വരമായ കൃപകൾ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിച്ചു. ആ ഒരു നിമിഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ദൈവം എൻ്റെ ജീവിതത്തെ ശൂന്യമാക്കിയത് അവൻ്റെ അനശ്വരമായ കൃപകൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ നിറയ്ക്കാനാണെന്ന്. സത്യം ഇത് തന്നെയാണ് പത്രോസിൻ്റെ ജീവിതത്തിലും വഞ്ചിയിലും സംഭവിച്ചത്. പ്രിയപ്പെട്ടതൊക്കെ അവൻ നഷ്ടപ്പെട്ടു, വഞ്ചി ശൂന്യമായി. എന്നാൽ ആ ശൂന്യതയിലേക്ക് എല്ലാ കൃപയുടെയും നാഥനായ ക്രിസ്തു കടന്നു വന്നു. പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാറില്ല, വൈകിപ്പോകും. ദുരന്തങ്ങളുടെ നടുവിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോകുന്നവരാ ഏറെ പേരും. ഓർക്കുകയാ, ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു ദുരന്തം. വളരെ വൈകി രാത്രിയിൽ ഒരു ഫോൺ കോൾ ഒരമ്മയുടേതാണ്. പരിചയമുള്ള അമ്മ തന്നെയാണ്. വിതുമ്പുന്ന സങ്കടത്തോടെ അമ്മ പറഞ്ഞു, അമ്മയുടെ ഏക മകൻ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. എന്ത് പറയാൻ പറ്റും? ഒന്നും പറഞ്ഞില്ല. സത്യത്തിൽ ഈ അമ്മയുടെ കുടുംബത്തെ എല്ലാവരും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നൊരു കുടുംബമാണ്. ഈ മകൻ ഓൾട്ടർ ബോയ് ആയിരുന്നു. വളർന്നപ്പോൾ KCYM അംഗമായി. ഈ അമ്മയാകട്ടെ ഇടവകയിലെ ഗായക സംഘത്തിൻ്റെ നേതാവാണ്. ജീവിത പങ്കാളി പാരിഷ് കമ്മിറ്റി അംഗമാണ്. എല്ലാവരും എല്ലാ ഞായറാഴ്ച ഒന്നിച്ചാണ് ദേവാലയത്തിൽ പോകുന്നത്. അവിടെ ജീവിതങ്ങളിട്ട് പലരും പറയും, ഇവരെ കണ്ട് പഠിക്കാൻ. എല്ലാ ദിവസവും വൈകിട്ട് അവർക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ട്. നല്ലൊരു വിശ്വാസത്തിൻ്റെ കരുത്തിലൊരു കുടുംബം. ഒരു ദിവസം ഇടവകയിൽ പെരുന്നാൾ നടക്കുക. KCYM അംഗമായി മകനാണ് അൾത്താരേക്ക് ഒരുക്കിയത്. മനോഹരമായിട്ട് അവൻ അൾത്താര ഒരുക്കി. നേരം ഒരുപാട് വൈകി. ഒടുവിൽ വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു. എതിരെ വന്നൊരു ടിപ്പർ ലോറി അവനെ ഇടിച്ച് കടന്നുപോയി. ആരും കണ്ടില്ല. പ്രഭാതത്തിൽ പത്രമിടാൻ വന്നവരാ അവൻ്റെ ചേതനയറ്റ ശരീരം കണ്ടത്. അങ്ങനെ അവൻ മരിച്ചു. അവൻ്റെ മൃതസംസ്കാര ചടങ്ങിലേക്കായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട എന്നാൽ അനിവാര്യമായ ചോദ്യം അമ്മ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് മാത്രം ഇങ്ങനൊരു ദുരന്തം തന്നത്? എന്തുത്തരം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റും? സത്യത്തിൽ ഒരാശ്വാസവാക്കും അമ്മയെ ആശ്വസിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലുള്ള പല ചോദ്യങ്ങളും പലവട്ടം എൻ്റെ മുമ്പിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുക, ഒരു അങ്കിള് നല്ല സാമ്പത്തിക കെട്ടുറപ്പുള്ള ഒരാളാണ്. പെട്ടെന്ന് ബിസിനസ് തകർന്ന് ലക്ഷങ്ങളുടെ കടക്കിണിയിലായപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ സമ്പത്ത് കവർന്നെടുത്തത്? എൻ്റെ ഒരു കസിൻ നന്നായിട്ട് പഠിക്കും, അവനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് നല്ല ഭാവി പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ക്യാൻസർ രോഗം വന്ന് കിടന്നപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ അവരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഈ രോഗം തന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരമ്മ കൗൺസിലിൻ്റെ സമയത്ത് വിങ്ങിപ്പൊട്ടി പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി മുഴുകുടിയനാണ്, എന്നും എന്നെ പ്രഹരിക്കുന്നു, എൻ്റെ മക്കളെ ദ്രോഹിക്കുന്നു, എൻ്റെ കുടുംബം നരകതുല്യമാണ്, എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിച്ചത്? പറയൂ, എന്തുത്തരം കൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കുക? ഒരു ഉത്തരത്തിനും ഇവരെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയും, ഏത് സങ്കടങ്ങളുടെ നടുവിലും ദൈവത്തെ കാണാൻ പറ്റണം. എങ്കിലേ ഈ സങ്കടങ്ങൾക്കപ്പുറത്ത് ദൈവം അനുഗ്രഹം തരൂ. ഓർക്കുന്നത് റിക് വാറന്റ് എന്നൊരു മനുഷ്യനാണ്. അമേരിക്കയിലെ ഏറ്റവും ശ്രേഷ്ഠനായൊരു വചനപ്രഘോഷകനാണ്. ഒബാമയുടെ തന്നെ സ്പിരിച്വൽ ഡയറക്ടറാണ്. ഒരുപാട് പേര് ദൈവസ്നേഹത്തിലേക്ക് നയിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടായി. 2013 ഏപ്രിൽ 5-ാം തീയതി അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ മാത്യു എന്ന പേര്, ഏകദേശം 27 വയസ്സുണ്ട്. ചില മാനസിക അസ്വസ്ഥതയ്ക്ക് ആ മകനുണ്ടായിരുന്നു. പലവിധ ചികിത്സകളും നടത്തി, പക്ഷേ ഒന്നും ഫലിച്ചില്ല. കൂടി വന്നു. ആ ഏപ്രിൽ 5-ാം തീയതി അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പിതാവ് ചെന്നു. വാതിലടച്ചിട്ടിരിക്കുക കുട്ടി. എന്നാൽ ഒരു റിയാക്ഷനുമില്ല.
വല്ലാത്ത ആകുലത ആ പിതാവിനുണ്ടായി. പലവട്ടം കൊട്ടിയിട്ടും തുറക്കപ്പെടുന്നില്ല. ഉടനെ അയാൾ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നിട്ട് കതക് തല്ലി തകർത്തിട്ട ഉള്ളിൽ കയറിയത്. അപ്പോഴേക്കും അയാൾ ഭയപ്പെട്ട അതേ ദുരന്തം സംഭവിച്ചു. ഈ മകൻ മാനസിക അസ്വസ്ഥതയുടെ ഉന്മത്തതയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുമ്പിൽ വരങ്ങളിച്ച് എറിക് വാറൻ്റ് നിന്നു. നോക്കുക, ഒരുപാട് പേരോട് ദൈവത്തിൻ്റെ സ്നേഹം പ്രഘോഷിച്ച ഒരാൾ, ദൈവത്തിൻ്റെ സഹനങ്ങളുടെ അർത്ഥം പറഞ്ഞൊരാൾ, ഇപ്പോൾ അയാളുടെ ജീവിതത്തിലും സങ്കടം, ദുരന്തം. പിന്നെ അയാൾ വചനവേദിയിലേക്ക് വന്നില്ല. ഏകദേശം 4 മാസത്തോളം ഏകാന്തതയിലേക്ക് പിന്മാറി. ഇത് കണ്ട് മാധ്യമങ്ങൾ പറഞ്ഞു, ഇതാ ഇദ്ദേഹത്തിൻ്റെ ദുരന്തം ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം കെടുത്തിക്കളഞ്ഞുവെന്ന്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. 4 മാസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പ്രസംഗവേദിയിലേക്ക് കടന്നു വന്നു. ജനങ്ങൾ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു അദ്ദേഹം എന്താണെന്ന് പറയുന്നതറിയാൻ. തെല്ലൊരു സങ്കടത്തോടെ എന്നാൽ പൂർവാധികം സന്തോഷത്തോടെ അയാൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചു. സത്യത്തിൽ ഈ പ്രതിസന്ധിയെ നേരിടാൻ എനിക്ക് കരുത്ത് കിട്ടിയത് എൻ്റെ ക്രൈസ്തവ വിശ്വാസമാണ്. എൻ്റെ വേദന എന്താണെന്ന് എൻ്റെ ദൈവപിതാവിന് അറിയാം. കാരണം കാൽവരിയിൽ അവനും അവൻ്റെ മകനെ നഷ്ടപ്പെട്ടു. സത്യം, ഈ വിഷമസന്ധിയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. We don't want any explanation. We need God's presence. അതെ, ഒരു ആശ്വാസവാക്ക് നമുക്ക് വേണ്ട. വേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവമേ, എൻ്റെ മകനെ തിരികെ എടുത്ത പിതാവേ, നിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ പ്രസംഗപീഠം വിട്ട് ഇറങ്ങിപ്പോയത്. അയാളുടെ വാക്ക് കേട്ടവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. അതെ, എറിക് വാറൻ്റ് പറഞ്ഞ വാക്ക്. സങ്കടങ്ങൾ വരും, ദുരന്തങ്ങൾ വരും. ഒരാളുടെ ആശ്വാസവാക്കും നമുക്ക് അഭയമാകില്ല. വേണ്ടത് സങ്കടങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനാകണം. ആ ശൂന്യമായ വഞ്ചിയിൽ പത്രോസ് കണ്ടെത്തി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. ക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ചു. അതുകൊണ്ടാണ് ആ ശൂന്യതയിൽ മത്സ്യത്തിൻ്റെ സമൃദ്ധി വീണ്ടും ഉണ്ടായത്. യേശു പറഞ്ഞു, നിൻ്റെ വല വീണ്ടും ആഴക്കടലിലേക്കിടാൻ. തച്ചനായ യേശു പറഞ്ഞ വാക്ക് മുക്കുവനായ പത്രോസ് അനുസരിച്ചു. പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. മത്സ്യങ്ങളുടെ സമൃദ്ധിയായിരുന്നു. അവൻ്റെ വഞ്ചി നിറഞ്ഞു. ഇല്ല, കൂട്ടുകാരുടെ വഞ്ചി പോലും നിറയത്തക്ക വിധത്തിൽ അവൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് മത്സ്യങ്ങളുടെ സമൃദ്ധി കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അതെ, സങ്കടം മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനാകണം. ക്രിസ്തുവിനെ ഓർക്കുക. കാൽവരിയിൽ എല്ലാവരും അവരുപേക്ഷിച്ചു. സ്വന്തം ശിഷ്യന്മാർ തന്നെ അവരൊറ്റിക്കൊടുത്തു, തള്ളിപ്പറഞ്ഞു, തനിച്ചാക്കി ഓടിപ്പോയി. അവൻ സൃഷ്ടിച്ച സൂര്യൻ പോലും ആ പകൽ സമയത്ത് അവന് വെളിച്ചം നൽകിയില്ല. ഭൂമി പോലും മരിക്കാൻ ഇടം കൊടുത്തില്ല. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ ഒരു മരക്കുരിശില അവൻ പിടഞ്ഞത്. എന്നിട്ടും ആ മഹാശൂന്യതയിൽ അവൻ ദൈവപിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. അതെ, ആ സഹനങ്ങളുടെ ഏകാന്തതയിൽ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മകൻ അനുഭവിച്ചു. അതുകൊണ്ടാണ് ആ സഹനം രക്ഷയുടെ സഹനമായിട്ട് മാറിയത്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരും, ദുരന്തം വരും, വേദനകൾ വരും. അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ആത്മീയ വിശാലതയ്ക്ക് വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. പത്രോസ് അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ അവന് മത്സ്യങ്ങളുടെ സമൃദ്ധി കിട്ടി. തീർന്നില്ല. ആ മത്സ്യവുമായിട്ട് അവൻ തീരെ തണഞ്ഞപ്പോൾ അവന് മറ്റൊരു വെളിപാടുണ്ടായി. ഈ സമ്പത്തൊന്നും ആവശ്യമില്ല. പിന്നെ അവൻ വഞ്ചിയും വലയും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി. ഇതാണ് സകലങ്ങൾക്ക് ശേഷം, ദൈവത്തിന് അനുഗ്രഹങ്ങൾക്ക് ശേഷം ഒരുവനുണ്ടാകേണ്ട തിരിച്ചറിവ്. ഒരുപാട് ദുഃഖ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തെ വേട്ടയാടും. അപ്പോഴും വിശ്വാസത്തിൻ്റെ കരുത്തിൽ നാം നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ലോകം ആഗ്രഹിക്കുന്ന യാതൊരു ഭൗതിക വസ്തുവും നമുക്ക് ആവശ്യമായി വരില്ല. കാരണം ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സകലരുടെ മധ്യേ ദൈവത്തെ വാഴ്ത്താൻ പോലും നമുക്ക് കരുത്ത് കിട്ടും. ഓർക്കുകയാണ്, 3 പെൺകുട്ടികൾ നന്നായിട്ട് ഗാനം ആലപിക്കുന്നവരാണ്. ഒരു മലയോര ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളും.
എല്ലാ ദിവസവും അവർ പള്ളിയിൽ പോകും. ഞായറാഴ്ചയിൽ അവർ ദിവ്യബലി മധ്യ മനോഹരമായിട്ട് ഗാനം ആലപിക്കും. എന്നാൽ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഒരു ദുരന്തമുണ്ടായി. ആ മലയോര ഗ്രാമത്ത് ഒരു ഉരുൾപൊട്ടലിൽ വീട് മുഴുവനും തകർന്നു പോയി. പ്രിയപ്പെട്ടവരൊക്കെ കൊല്ലപ്പെട്ടു. ഒരു തരി മണ്ണ് പോലും ശേഷിക്കുന്നില്ല. എന്തുകൊണ്ടും നാട്ടുകാര അവരെ മാത്രം രക്ഷിച്ചത്. അതൊരു വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ച അവർ വീണ്ടും ദിവ്യബലിക്ക് വന്നു. ആരോ കൊടുത്ത വസ്ത്രം ധരിച്ചാണ് വന്നത്. ദേവാലയത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് ഇവർക്ക് എങ്ങനെയാണ് ഇനി ദൈവത്തെ സ്തുതിക്കാനാകുക? എന്നാൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭക്തിയോടെ വിശ്വാസത്തോടെ അൾത്താരയിലേക്ക് നോക്കി ക്രൂശിതനെ നോക്കി അവരിങ്ങനെ പാടി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. നോക്കുക, എല്ലാം നഷ്ടപ്പെട്ടവർ, വീടെന്ന് പറയാനൊരു മൺതരി പോലും ഇല്ലാത്തവർ, ശൂന്യമായ ആ വേദന നടുവിലിരുന്നു കൊണ്ട് അവർ പാടിയതാ. ദൈവസ്നേഹം വാഴ്ത്തിപ്പാടാൻ പറ്റാത്ത വിധം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു. ജോബിന് നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ടത് ഒറ്റ ദിവസമാണ്. അവൻ്റെ മക്കൾ, അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം, അവൻ്റെ സമ്പത്തുകൾ, അവൻ്റെ ശരീരത്തിൽ പുഴുവമിച്ചപ്പോഴും ആ വേദനയുടെ കുടിയിലിരുന്നു കൊണ്ട് അവൻ പറഞ്ഞതാ, ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്. അതെ, ഇതാണ് സഹനത്തിൻ്റെ അർത്ഥം. അതൊരു വാതിലാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു വാതിൽ. ജോബിനെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ്. ദൈവം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതിന് 10 മടങ്ങ് അവന് തിരികെ കിട്ടി. ദൈവത്തെ അവൻ വാഴ്ത്തി. പത്രോസും അങ്ങനെ തന്നെ. ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ചവൻ, അവൻ്റെ ജീവിതത്തിൽ ശൂന്യത വന്നപ്പോൾ ക്രിസ്തു അവന് ശൂന്യമായ വഞ്ചിയിലേക്ക് വന്നു. പിന്നെ ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ള ജീവിതമായി അവൻ മാറി. അവൻ്റെ വലയും വഞ്ചിയും ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ ശിഷ്യനായി മനുഷ്യരെ പിടിക്കുന്നവനായി അവൻ മടങ്ങി. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് ആദ്യം അയക്കുക സങ്കടങ്ങളാണ്, ദുഃഖങ്ങളാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടതൊക്കെ അവിടുന്ന് കവർന്നെടുക്കും. നിങ്ങൾ മാത്രം അവശേഷിക്കും. അപ്പോൾ അവിടുന്ന് കടന്നു വരും. അവനെ സ്വീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്ത് കൃപ അവിടെ നമുക്ക് വർഷിക്കും. ആ കൃപയുടെ നടുവിൽ എല്ലാം വിട്ട് അവൻ്റെ പിന്നാലെ പോകാനുള്ള വിശ്വാസവും നമുക്കുണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കുക, സങ്കടങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാനുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന്. ഏത് സങ്കടം മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള പ്രത്യാശ നിങ്ങളെ നയിക്കട്ടെ എന്ന്. ദൈവം നിങ്ങളെയും എന്നെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്ക് ഉയരുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയിലാണ് പിറന്നു വിടുന്നത്. ചുറ്റും സങ്കടങ്ങളാണ്. ഒരുപാട് പേർ ആ സങ്കടങ്ങളുടെ മധ്യേ ദൈവത്തെ മറന്ന് അകന്നു പോകുന്നു. അപൂർവം ചിലർ മാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. അവർക്ക് ഈ കഷ്ടകാലം അനുഗ്രഹത്തിൻ്റെ കാലമാണ്, വീണ്ടെടുപ്പിൻ്റെ കാലമാണ്. സങ്കടങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. ഇത് നമ്മുടെ വിശ്വാസത്തെ കെടുത്തുന്നുണ്ടോ, അതോ പൂർവാധികം ദൈവത്തിലേക്ക് ആശ്രയിക്കാനുള്ള വാതാനമായി ഈ സങ്കടം മാറുന്നുണ്ടോ? ഒരു ആത്മപരിശോധന എപ്പോഴും നല്ലതാണ്. അതെ, സങ്കടങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതിലൂടെ ഞാൻ ദൈവത്തെ അനുഭവിക്കട്ടെ. ആമേൻ.